ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മളെ ബി ഗോപകുമാർ സാർ ഇന്ന് പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ പുയ്യപ്പള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പം നമ്മളെ SBI ബാങ്കിൽ അവിടുത്തെ പ്രവർത്തകരെയും എല്ലാവരെയും കാണാനായിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണയിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബി ഗോപകുമാർ തന്നെ, അതിലുപരി തന്നെ LDF UDFും പുറത്തുനിന്നുകൊണ്ടുള്ള കൊല്ലം ജില്ലയിലെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്നിവിടെ മത്സരിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായൊരു വിധി ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി തന്നെ വരുമെന്ന പ്രതീക്ഷയോടെയാണ് ചാത്തന്നൂർ നിയോജകമണ്ഡലം എല്ലാവരും വിശ്വാസകരും. അതിനുവേണ്ടി എല്ലാവരും ബി ഗോപകുമാർ സാറിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ 2ാം സ്ഥാനം വന്ന മണ്ഡല തവണ 1ാം സ്ഥാനത്ത് എത്താമെന്ന് സഹായിക്കണം. ഒരു കാര്യമുണ്ട്, ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്നുള്ളവർ. കുമ്മലോർ കട്ട അറിയാലോ ഗോപകുമാർ. സ്ഥലം എവിടെ? കേരളം. ഞങ്ങൾ 16-ൽ 21-ൽ 2ാം സ്ഥാനം വന്ന മണ്ഡല. ഞാൻ 95-2000 ചാത്തന്നൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു. സഹായിക്കണം. എല്ലാവരുടെയായിട്ട് ഗോപകുമാർ, ഞാൻ BJPയുടെ സ്ഥാനാർത്ഥി. 16-ൽ 21-ൽ 2ാം സ്ഥാനം വന്ന മണ്ഡലമാണ്. ഇവിടെ ഉള്ളവരുണ്ടല്ലോ അല്ലേ ഈ പഞ്ചായത്തിൽ? അറിയാം. ഇവിടെ പുയ്യപ്പള്ളി പഞ്ചായത്താണ്. എവിടെയാ? അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. സഹായിക്കണം. കൊട്ടാരക്കര അല്ല, അവിടെ ഉണ്ടോ രശ്മി? അപ്പം ഇന്ന് രാവിലെ മുതൽ NDAയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പുയ്യപ്പള്ളി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ കാണുകയും ഒപ്പം സ്ഥാപനങ്ങളും ഒക്കെ കയറുന്ന ഒരു നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് നിൽക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടി, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, പൊതുജനങ്ങൾ അടക്കമുള്ളവർ ഒരുപാട് പേരെ രാവിലെ കാണാനിടയായി. അവരെല്ലാം ഒരു വലിയ പിന്തുണയും സഹകരണവുമാണ് നൽകുന്നത്. മണ്ഡലത്തിലെ പൊതുവികസനങ്ങൾ ഒരുപാടുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട്. കാര്യം കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ സാമാജികൻ കാര്യമായ ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടുള്ള വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലയിൽ, അത് കാർഷിക മേഖലയായാലും വ്യാവസായിക മേഖലയായാലും തൊഴിൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഒപ്പം അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ അതടക്കമുള്ള നിരവധി വിഷയങ്ങളെ നാടിനെ
വികസനവുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എല്ലാ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതെ, ഇവിടെ തന്നെ അപ്പോൾ ഞങ്ങളെ സഹായിക്കണം. 16-21 ഞങ്ങൾ 2ാം സ്ഥാനം വന്ന മണ്ഡലം. ഇത്തവണ ഈ നാട്ടുകാരനായിട്ട്, ഈ മണ്ഡലക്കാരനായിട്ട് ഞാൻ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. ആ ഒരു പരിഗണന ഇവിടെ തരണം. ഇപ്പോൾ മൊത്തത്തിൽ ആ ഒരു അഭിപ്രായം ഉണ്ട് താൻ. സഹായിക്കണം. അപ്പോൾ ശരിയാണ്. റിവ്യൂ ആണ് സാറേ. ഒന്ന് പറയാനേ അവിടെ മുന്നോട്ട് കയറി ഒന്ന് സംസാരിക്കാം. പറയാലോ, കുഴപ്പമില്ലല്ലേ. ഞാൻ ഗോപകുമാർ, അറിയാലോ, ഈ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. 16-21 ഈ നിയമസഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഇത്തവണ 3ാമത് മത്സരിക്കുന്നു. 3ാമത് മത്സരിക്കുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള ഒരാളെന്ന രീതി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 2 സ്ഥാനാർത്ഥികളും പുറത്തുനിന്നുള്ളവരാണ്. അപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഈ മണ്ഡലത്തിലുടനീളം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു നാട്ടുകാരനെ ജയിപ്പിക്കണം, 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാൾ ഇത്തവണ 1ാം സ്ഥാനത്താക്കണം എന്നൊരു പൊതു ചർച്ചയാണ് ഉള്ളത്. ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് എല്ലാ പഞ്ചായത്തിലെയും ഹരിതകർമ്മസേനാംഗങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഇത്തവണ 1ാം സ്ഥാനത്തെത്താൻ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണം. ഓക്കെ. ഓക്കെ.